അസ്സലാമു അലൈക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്നും തോന്നാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ ഇസ്ലാമായ ദീനിനോട് അടുക്കണം, എൻ്റെ റബ്ബിനോട് അടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് അള്ളാഹുവിനോടുള്ള ആ ഒരു സ്പെഷ്യൽ കണക്ഷൻ, ആ ഒരു ബന്ധം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊന്നും തോന്നാത്തൊരവസ്ഥയിലും എങ്ങനെ നമ്മുടെ ഇസ്ലാമിലേക്ക് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ചില ആൾക്കാർ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു പെയിൻ ഉണ്ട്, ഒരു വേദന ഉണ്ട്. അത് നമുക്ക് ടെൻഷൻ ആവണമെന്നില്ല, അല്ലെങ്കിൽ വിഷമാവണമെന്നില്ല. പക്ഷെ ഒരു തരം ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്, അതായത് നമ്മുടെ ആത്മാവ് എംപ്റ്റി ആയ പോലെ, ഒന്നുമില്ലാത്ത പോലെ തോന്നുന്ന ഒരവസ്ഥ. നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ആ നിസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം ഫീൽ ചെയ്യാതെ വന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ദിക്ർ ചെല്ലുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ വായി കൊണ്ട് നമ്മൾ പറയുമെങ്കിലും, നിരന്തരം നമ്മളിങ്ങനെ ദിക്ർ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ മനസ്സിനത് അനുഭവിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടോ? സോ എങ്ങനെ നമുക്ക് നമ്മുടെ ദീനിൽ ഉറച്ച വിശ്വാസത്തോടെ എല്ലാം നമുക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഈവൻ നമ്മുടെ സൗൾ, നമ്മുടെ ആത്മാവ് ഭയങ്കര ടയേർഡായിട്ടുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇതേപോലെ ഒന്നും തോന്നാത്തൊരവസ്ഥ വരാണെങ്കിലും ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവും ഇൻഷാ അല്ലാഹ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നൊക്കെ ഒറ്റക്കല്ല. കുറേ ആൾക്കാർ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നൊന്നും നിങ്ങൾ ഫസ്റ്റ് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, കുറേ ആൾക്കാർ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അള്ളാഹുവിനോടും ഇസ്ലാമിലേക്കും ഒരുപാട് അടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും അതിന് പറ്റാത്തവർ. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം, ആ ഒരു മധുരം നമുക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഒരിക്കലും ഒരു മോശമായിട്ടുള്ള മുസ്ലിമാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിശ്വാസത്തോടെ, നല്ല ഈമാനോട് കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ കുറച്ച് സഹാബാക്കൾ നബിയോട് ചെന്ന് ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു. നബിയെ, ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഈമാന് ഒരുപാട് കൂടിയതുപോലെ തോന്നും. പക്ഷെ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് നമ്മുടെ ഈമാന് കുറയുന്നത് പോലെ തോന്നും. ഈവൻ സഹാബികൾക്ക് പോലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ ഇത് നമ്മുടെ കാര്യത്തിൽ വളരെ നാച്ചുറലാണ്. ചില സമയത്ത് നമ്മുടെ ഈമാൻ ഒരുപാട് കൂടുകയും നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങും. എന്നാൽ ചില സമയത്ത് ഒരുപാട് കുറയും, നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പോലെ തോന്നുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും നമുക്ക് ആ ഒരുപാട് ഈമാന് തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് നമ്മുടെ മനസ്സ് അതിലേക്ക് പതിയെ പതിയെ കൊണ്ടുവരാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരുപാട് ആൾക്കാരും ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. ചിലർക്ക് നല്ലൊരു ഈമാൻ വരുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഈമാൻ കുറഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാണ്ടാവും. സോ നമ്മൾ ഒരിക്കലും ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈവൻ നമുക്കൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ കുറച്ചും നമ്മൾ ഈമാൻ ഡൗൺ ആണെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യുക. എന്നാൽ പതിയെ പതിയെ നമുക്ക് ആ ഒരു അള്ളാഹുവിനോടുള്ള ആ ഒരു കണക്ഷനും ആ ഒരു ബന്ധവും ഒക്കെ നമുക്ക് കുറേ കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന് ഒന്നും തോന്നാത്ത നേരങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനോടൊരു കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഇതിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹൃദയത്തിൽ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കറുത്തൊരു ഡോട്ട് അവൻ്റെ ഹൃദയത്തിൽ പതിക്കും. പക്ഷേ ആ അതേ വ്യക്തി തന്നെ അള്ളാഹുലേക്ക് തിരിച്ച് മടങ്ങി റിപ്പൻറ്റ് ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുമ്പോൾ ആ ഒരു കറുത്ത ഡോട്ട് അപ്പം തന്നെ മാഞ്ഞു പോകുന്നതായിരിക്കും. സോ ഇപ്പോഴും നിങ്ങൾക്ക്
ഒന്നും തോന്നാത്ത, ഈമാൻ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോടുള്ള ഒരൊറ്റ ആത്മാർത്ഥമായ ദുആ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം കയറി വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരികെ അള്ളാഹുവിനോട് ഒരുപാട് ക്ലോസ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും നിസ്കരിക്കുമ്പോൾ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് സിസ്റ്ററിന് നമുക്ക് നിസ്കാരത്തിലുള്ള ദുആകളുടെ അർത്ഥം അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലോടുകൂടെ നമുക്ക് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നമുക്ക് ഏതൊരു സമയത്തും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ദിക്ർ ചൊല്ലാം. ഇവൻ നമുക്ക് ദിക്ർ ചൊല്ലുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു ഈമാൻ്റെ ആ ഒരു രുചി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിപ്പോൾ ദിക്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും ഇത് സ്യൂട്ടാവാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഖുർആൻ ഓതിക്കൊണ്ടല്ലാതെ നമ്മൾ സ്പീഡായിട്ട് ഓതിപ്പോവാതെ നമ്മളത് മനസ്സറിഞ്ഞ് നല്ല ഈണത്തിൽ ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നമുക്കിനി അവസരമുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം നഷ്ടപ്പെടാതെ നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും അതേപോലെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ജീവിതം ഒരുപാട് നല്ലതാവുകയും ചെയ്യും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഓൾസോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.